നമ്മുടെ മൽപീജി ആ ഒരു ഹാർട്ട് ഷേപ്പ് നമ്മൾ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു സ്ഥലത്തോട്ട് പോവുകയാണ്. എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ആന്തൂറിയംസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും നിങ്ങൾ എന്താ പോട്ടിംഗ് മീഡിയ യൂസ് ചെയ്യുന്നത് ആന്തൂറിയത്തിന്. അപ്പോൾ ഞാൻ എന്ത് പോട്ടിംഗ് മീഡിയ യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഇന്ന് നിങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും. നമ്മുടെ എല്ലാ പ്ലാന്റ്സിനും നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള പോട്ടിംഗ് മീഡിയയ്ക്ക് മെയിനായിട്ട് നമ്മൾ ഇടുന്നത് സാൻഡാണ്, മണലാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും മണൽ എവിടെ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എവിടെ നിന്ന് എടുക്കുന്നത് കാണാം. നമ്മുടെ ഈ പുഴയിൽ നിന്നാണ് ഞങ്ങൾ മണൽ വാരുന്നത്. അപ്പം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഈ കുഞ്ഞു പുഴയിലാണ് ഞാൻ മണൽ പലപ്പോഴും വന്ന് എടുക്കുന്നത്. സ്വർണ്ണം പോലത്തെ മണൽ എനിക്കായിട്ട് ഇത്രയും സ്ഥലത്ത് സെറ്റായി കിടക്കുവാണ് മണൽ. അപ്പോൾ നമ്മൾ ഇത് വാരി കൊണ്ടുപോയി ആന്തൂരെ നടാൻ പോകും. അപ്പോൾ എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ എന്ത് പോട്ടിംഗ് മീഡിയയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഫോളിയേജ് ആന്തൂറിയത്തിനും ഫിലോസിനും എൻ്റെ എല്ലാ പ്ലാന്റ്സിനും യൂസ് ചെയ്യുന്ന പോട്ടിംഗ് മീഡിയയാണ്. ഇനി നിങ്ങൾ ആരും എടുത്ത് പോട്ടിംഗ് മീഡിയ ചോദിക്കില്ല. അപ്പോൾ മണൽ എടുത്ത് എങ്ങനെയാണ് നിങ്ങൾ കണ്ടു. ആ മണൽ നമ്മൾ തട്ടുകയാണ്. മണൽ മാത്രമല്ല യൂസ് ചെയ്യുന്നത്, വീഡിയോ അവസാനം സ്വർണ്ണം പോലത്തെ മണൽ. അതിനുശേഷം നമ്മൾ ഒരു ബക്കറ്റ് ചകിരിച്ചോറ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ശേഷം പെർലൈറ്റ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ നല്ലതാണ്. മണലായതുകൊണ്ട് പെർലൈറ്റ് ചേർക്കണമെന്നില്ല. എൻ്റെ പെർലൈറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ പെർലൈറ്റ് ചേർക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നീട് ഞാൻ യൂസ് ചെയ്യുന്നത് ലേബോൾസ് ആണ്. ഇത് ഓപ്ഷനിലാണ്. നിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾ ചേർക്കേണ്ട, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഒരുപാടൊന്നും വേണമെന്നില്ല. ഓക്കെ, ഇത്രയൊക്കെ മതി. പിന്നെ മസ്റ്റായിട്ട് ഞാൻ ഇടുന്ന ഫെർട്ടിലൈസർ എന്താണെന്ന് വെച്ചാൽ രാജാക്കോട്ടയാണ്. അത്യാവശ്യം കുറച്ച് കൂടുതലുണ്ടല്ലോ, അതുകൊണ്ട് ഒരു 3-4 സ്പൂൺ ഇടാം കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലൊരു വീഡിയോ ആക്കി ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. കാരണം ചട്ടികളിൽ കൊടുക്കുന്ന ഈ ക്ലേ ബോൾസ് ആണ് കേട്ടോ. കട്ടയ്ക്കും കല്ലിനും പകരം ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. കാരണം റൂട്ട്സ് ആന്തൂറിയത്തിന് എപ്പോഴും റൂട്ട്സ് വന്നിട്ട് ഹള്ളി പിടിക്കാനായിട്ട് നല്ലൊരു വീഡിയോ ആണ് ഈ ഒരു പെർലൈറ്റ് എന്ന് പറയുന്നത്. എന്തായാലും നമുക്കിതൊന്ന് പോട്ട് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം കൊണ്ടുവന്ന പോട്ടിംഗ് മീഡിയ എന്ന് പറഞ്ഞാൽ കോക്കോ ചിപ്സ് ആണ്. ഇതുണ്ട്, ഇതുപോലുള്ള ഫംഗസ് ഉണ്ടാവും മഴ വരുന്ന സമയത്ത്. ഈ ചിപ്സിനകത്ത് ഈ ഒരു വൈറ്റ് ഷെയ്ഡ് ഉണ്ടായിട്ട് പ്ലാന്റ് ഡാമേജ് ആവും. അപ്പോൾ ഞാനിത് ഫാമിൽ നിന്ന് കൊണ്ടുവന്നപ്പോഴേ ഇതുണ്ടായിരുന്നു. ഇത് റീപോട്ടിംഗ് സമയം. അപ്പോൾ ഞാൻ ഈ ചിപ്സ് എല്ലാം എടുത്ത് കളയും. എന്നിട്ട് അവസാനം നമ്മൾ കുറച്ച് സാഫും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഉണ്ടോ, ഈ ചിപ്സ് എല്ലാം കളഞ്ഞിട്ട് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈ ഒരു പോട്ടിംഗ് മീഡിയയിലേക്ക് നടുമ്പോണ്ടല്ലോ പ്ലാന്റ്സും ഭയങ്കര ഹാപ്പിയാവും, നമ്മളും ഭയങ്കര ഹാപ്പിയാവും. പ്രത്യേകിച്ച് ഫംഗസ് ഒന്നും വരത്തില്ല നമ്മുടെ ഈ പോട്ടിംഗ് മീഡിയ. നല്ല സൂപ്പർ പോട്ടിംഗ് മീഡിയ, ശരിക്കും നല്ല നീർവാർച്ചയുള്ള പോട്ടിംഗ് മീഡിയ കേട്ടോ. ഞാൻ ഒരു പ്ലാന്റ് കൂടെ നിങ്ങളെ റിപ്പോർട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ആന്തൂറിയത്തിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ്, സൂപ്പർ വെറൈറ്റിയാണ്. ഞാൻ ഈ കോക്കോ ചിപ്സ് ഫുൾ എപ്പോഴും റിമൂവ് ചെയ്തിട്ടാണ് നടുന്നത്. നിങ്ങളും പ്ലാന്റ് മേടിക്കുമ്പോൾ ഇതുപോലെ കോക്കോ ചിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ മഴ സമയത്ത് നിങ്ങൾക്ക് മഴയത്ത് പ്ലാന്റ് വെക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് റിമൂവ് ചെയ്ത് അത് കളയുന്നത് ഏറ്റവും നല്ലത്. നമ്മളത് എല്ലാം റീപോർട്ട് ചെയ്തിട്ടുണ്ട്. കുറേ ആന്തൂറിയംസ് റീപോർട്ട് ചെയ്തു കേട്ടോ. എല്ലാം നല്ല ഹെൽത്തി ആവും. ഇനിയിപ്പം മഴയൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ലക്സൂറിയൻസും റെഡിക്കിൻസും അതുപോലെ ബെസ്സയൊക്കെ എല്ലാം ജസ്റ്റ് പോട്ട് ചെയ്തിട്ടുണ്ട്.